എല്ലാവർക്കും എൻ്റെ സാറാസ് കൾണറി എസ്കേപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താം. ഞാനിവിടെ 250 സബോള എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 70 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാം. ഇത് നാടൻ ഇഞ്ചിയാണ്. 2, 3, 4 പിന്നെ കരിവേപ്പില, 2 തക്കാളി, 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങാക്കൊത്ത്. ഇതുപോലെ മീഡിയം സൈസ് തേങ്ങയുടെ ഹാഫാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി 100 ഗ്രാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ്. എൻ്റെ ഒരു ആത്മീയ സഹോദരൻ, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല, പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നെ മനസ്സറിഞ്ഞ് എനിക്ക് കൊടുത്തു വിട്ടതാണ്. ഇത് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളും എൻ്റെ കുക്കിന് തന്നു വിട്ടിട്ടുണ്ട്. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. നമ്മൾ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യം എണ്ണ വേണം, എന്നാലാണ് ബീഫിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എണ്ണ ചൂടായിട്ട് നമുക്കിനി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ഒരു 3/4 ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. തേങ്ങാക്കൊത്ത് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഒരിക്കലും മൂത്ത് പോകരുത്. ഈ പരുവം ഇത് ഒരുവിധമായിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ വറുത്ത് കോരണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്ത് തിന്നാനായിട്ട്. തേങ്ങാക്കൊത്ത് എല്ലാവരും കിട്ടണം. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയുമാണ് ഇടുന്നത്. ആദ്യം ചെറിയ ഉള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആ കറിവേപ്പില കൂടി ഇടുക. എന്നിട്ടത് ഇളക്കിയിട്ട് ആ കറിവേപ്പില നന്നായി പൊട്ടി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിയുന്ന സമയത്ത് നമ്മളിനി അടുത്ത പച്ചമുളകും സവോളയും കൂടി ഇടും. പച്ചമുളകും സവോളയും ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവോള നന്നായി വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഫുൾ ഇട്ടോളൂ. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ഉള്ളി ഒരുവിധം വഴന്ന് വരുന്നുണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് നിങ്ങൾ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഉള്ളി നന്നായി വഴന്ന ഒരു മൂപ്പാകുന്ന സമയത്താണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല മസാല കിട്ടും. ഇവിടെ ഇഞ്ചി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരുപാടങ്ങ് അരയ്ക്കണ്ട. അരയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതാണ് നല്ല ടേസ്റ്റ്. ഇനി ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും അതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം. അത് നന്നായിട്ട് മൂത്തില്ലേ ഒരു പച്ചച്ചുവയുണ്ടാവും. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂക്കണം. അങ്ങനെ കണ്ടിന്യൂസ് നന്നായി മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഈ പരുവം വരെ നന്നായി മൂക്കണം. ഇനി നമുക്ക് മസാലകൾ ഇടാം. മുളക് പൊടി ഞാനിവിടെ 5 ടീസ്പൂണാണ് മുളക് പൊടി എടുത്തേക്കുന്നത്. എൻ്റെ മീഡിയം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ മുളകിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. 6 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ മസാല വേണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കുറയ്ക്കാം.
പിന്നെ അടുത്തത് നമ്മൾ ചേർത്തേക്കുന്നത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിവിടെ കുറച്ച് വെള്ളം അതിനകത്ത് മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് മസാല കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കും. മസാലയ്ക്കൊരു കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഈ മുളക് പൊടിയും ഈ സാധനോട് ചേർന്ന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നന്നായി മുളകും മല്ലിപ്പൊടിയും മഞ്ഞളും എല്ലാം ഇതിനകത്ത് ചേർന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നത്. ചെറുതായിട്ടൊരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒരിക്കലും അരച്ച് ചേർക്കരുത്. അരച്ച് ചേർക്കുന്ന നമ്മളുടെ കറി മധുരിക്കും. അതുകൊണ്ട് തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഇനി ആ മസാലയ്ക്കകത്ത് കിടന്ന് ആ തക്കാളി വെന്ത് ഉടയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഒരിക്കലും തക്കാളി അരച്ച് ചേർക്കരുത്. ഇനി അതിനകത്ത് കിടന്ന് ആ മസാലയ്ക്കകത്ത് കിടന്ന് തക്കാളി വേകട്ടെ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് അതൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഈ സമയം കുറച്ചൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് ഇനി കുറച്ച് ശേഷം നമ്മൾ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ഫുള്ള് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാലയുടെ പൊടിക്കകത്ത് പിന്നെ അതിൻ്റെ ഇത് ഞാൻ പിന്നെയും പുറകാലെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. എൻ്റെ ഗരം മസാലയ്ക്കകത്ത് ഞാൻ പെരുംജീരകം കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. നമ്മുടെ തക്കാളി വെന്തുടങ്ങിയാൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ മസാല ഇവിടെ ഒരു ഇതായിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ അതിനകത്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി ഇതിനകത്ത് ചേർക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 1 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നതാണ് എപ്പോഴും ഇറച്ചി നല്ലത്. വലിയ കഷ്ണങ്ങളായിട്ട് ഇടാതെ ചെറിയതായിട്ട് അരിഞ്ഞിടുക. അതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഇറച്ചി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. നെയ്യ് നിങ്ങൾ ചേർക്കുന്നതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടണം കേട്ടോ. ഞാൻ ഒരു ചെറിയ കഷ്ണം നെയ്യാണ് ഇവിടെ ചേർത്തിട്ടുള്ളൂ. നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ കുറഞ്ഞ് കിട്ടും. വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നമുക്കിനി അത് കുക്കറിലേക്ക് ആക്കാം. ഇനി നമ്മളിത് കുക്കറിനകത്ത് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ചൂടാക്കിയാണ് ചേർത്തേക്കുന്നത്. പാത്രം കഴുകിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. അത് മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 സീറ്റി ഫുൾ ഫ്ലെയിമിലും 2 സീറ്റി തീ കുറച്ചും വെച്ച് നമുക്ക് വേവിക്കാം. അതിന് ശേഷം കുക്കർ തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അത് മതിയാവും. ഇവിടെ നമ്മൾ 2 സീറ്റി ഫുള്ളും 2 സീറ്റ് കുറച്ചും വെച്ചിട്ട് നമ്മൾ പിന്നെ കുക്കർ തണുത്തതിന് ശേഷമാണ് ഇത് തുറന്നേക്കുന്നത്. ഇപ്പം ഒരുവിധം 3/4 ഭാഗത്തോളം നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. ഈ സമയം ഒന്നുകൂടെ നമുക്ക് മസാലകളും ഉപ്പും ഒക്കെ ഒന്നുകൂടെ നോക്കേണ്ട സമയമാണ്.
ആ, ഇനി നമ്മൾ മീൻസ് പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മതിയാവും. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ, അത് തീ കുറച്ച് വെച്ച് 2 വിസിൽ വരുന്നിടം വരെ ഒന്നുകൂടെ വേവിച്ച് തണുക്കുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ട്. എല്ലാം പാകമാണ്. ഉപ്പും എരിവും എല്ലാം പാകമാണ്. ഈ പരുവത്തിന് ചാറോടുകൂടി എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുക്കാം. ഇനി അഥവാ ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തീയിൽ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇത് ഈ ഭാഗം കുഴപ്പമില്ല. എല്ലാം നമ്മുടെ ഇറച്ചിക്കകത്ത് എല്ലാം പിടിച്ചിട്ടുമുണ്ട്. എല്ലാം പാകമാണ്. ഈ സമയം ഇവിടെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി നല്ല ചാറോട് കൂടിയ ബീഫ് കറിയാണ് ഇപ്പോൾ ഇവിടെ റെഡിയായി വെക്കുന്നത്. പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. ഭട്ടൂരയുടെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.